ഭയങ്കര ഡീസൻ്റ് ആയിട്ട് റൂമൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 വട്ടം കുളിക്കുന്നു പറഞ്ഞാലും കുളിക്കാത്ത ആള് ഇന്ന് വേഗം മിണ്ടാതെ പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഗുഡ് ഗേൾ. നല്ലത് ചെയ്താൽ നമ്മൾ നല്ലതെന്ന് പറയണ്ടേ. ഇന്നിപ്പോൾ എന്താ പരിപാടി? സ്റ്റഡി ടേബിളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കലും ക്ലീനിങ്ങും. ഇതൊക്കെ വേസ്റ്റാ? ഇതിൽ ഫുൾ ഇടുന്നത് അല്ല, ഇതൊക്കെ വേസ്റ്റാണോ? ഇത് നമുക്ക് വേണ്ട സാധനം ഇതിൽ ഫുൾ വേസ്റ്റ്. വാവ്, ഇതൊക്കെ വേസ്റ്റാ? ഇതിൽ ചിലതൊക്കെ നമുക്ക് വേണ്ടതുണ്ട് കേട്ടോ. അത് ഫുൾ. ഈ പേപ്പറുകളൊക്കെ എന്തിനാ? ഈ പേപ്പറിൽ A4 ഷീറ്റൊക്കെ നമുക്ക് വേണ്ടതാണ്. ഒന്നും എഴുതാത്ത A4 ഷീറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തോടു കൂടി സ്റ്റഡി ടേബിൾ ക്ലീനിങ്ങും കഴിയും അല്ലേ? പിന്നെ ഇത് വൃത്തിയാക്കണം, പിന്നെ ഇതാക്കും. ഈ റൂമിലെ ഈ വിൻഡോ ഇതൊക്കെ ആര് തുടക്കും? അതൊക്കെ എപ്പോഴാ? അങ്ങനെ ഒന്നുമില്ലേ? അല്ലെങ്കിൽ നമ്മൾ ചെയ്യും. മേലെ കിടക്കുന്ന സ്വിമ്മിംഗ് പൂളിലൊക്കെ അവസ്ഥ എന്താ? നല്ല അവസ്ഥയാണല്ലേ. ആറ്റ് നോറ്റൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വാങ്ങിച്ചതാ. നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചൂടുകാലം വന്നാൽ ആവശ്യം വരും. അപ്പോഴേക്കിനൊന്നും അത് കഴുകി വൃത്തിയാക്കി വെക്കട്ടെ. 10 ദിവസത്തെ അവധിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്കൂൾ തുറക്കാനായിട്ടാണ് ഷാനാൻ്റെ ബാഗൊക്കെ ഞാൻ വാഷ് ചെയ്യാനിട്ടത്. ഒന്നുമല്ല, പിന്നെ വീട്ടിലൊക്കെ പോയി നിന്ന കാരണം തന്നെ ഇതിന് സമയമൊന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ എപ്പോഴും മദ്രസ ബാഗും സ്കൂൾ ബാഗും ഒരുമിച്ച് തന്നെയാണ് ഇടുക കേട്ടോ. ഇതുപോലെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം കളറൊക്കെ വരും. എന്നാൽ ഇത് ലൈറ്റ് കളർ ആയത് കാരണം തന്നെ നമ്മൾ ആ ഒരു പിടിക്കുന്ന ഹാൻഡിൽ എപ്പോഴും നമ്മൾ പിടിച്ചിട്ട് അതിൽ നല്ല കറ പോലെ പറ്റി നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും പോകുന്നില്ല. പിന്നെ നമ്മുടെ ഷോൾഡറിലെ ആ ഒരു 2 ബെൽറ്റും ചെറുതായിട്ടൊരു മങ്ങലുണ്ട്. ബാക്കി എല്ലാവിടെയും നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു മാസത്തിലൊക്കെ ഇടുകയെന്നുണ്ടെങ്കിൽ ഇത്ര കണ്ട് അഴുക്ക് പറ്റി പിടിക്കില്ല കേട്ടോ. കണ്ടോ, ഇതുപോലെ മദ്രസ ബാഗും കഴുകി എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ബ്ലാക്ക് ആയതുകൊണ്ട് വലിയ സീനില്ല. അതുകൊണ്ട് രണ്ടും കഴുകി ഉണക്കാനിട്ടു. വൃത്തിയാക്കി കഴിഞ്ഞോ? അപ്പോൾ കുറേ കംപ്ലീറ്റ് ഒക്കെ ചെയ്യും പറഞ്ഞിട്ടാണല്ലോ തുടങ്ങി വെച്ചത്. എന്നിട്ട് ഇപ്പം എന്താ ചെയ്തത്? എവിടെ ചെയ്തു? സ്റ്റഡി ടേബിൾ മാത്രോ? അപ്പൊ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞിട്ട് ജനല് ബെഡ്ഷീറ്റ് ചേഞ്ച് ചെയ്യാനുണ്ട്. അപ്പോഴത്തേനും ക്ഷീണിച്ചു. 1-ാം തീയതിയിലൊന്നും നോട്ട് ചെയ്യാണ്ടായിരുന്നില്ലേ? മാറൂ, നോക്കട്ടെ. സ്റ്റഡി ടേബിൾ എന്നും ഉണ്ടാവും ഇപ്പോൾ ഇതുപോലെ. നീ ആകെ ഒരു വലിച്ചു വാരിടലുണ്ട്, ഒരു പേപ്പർ കുത്തി നിറക്കലുണ്ട്. ഇതെപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ കാല് വെക്കാതിരിക്കാൻ നോക്കുക കേട്ടോ. ചിലപ്പോൾ അത് വീണ് കഴിഞ്ഞാൽ നല്ല പണി കിട്ടും. ഈ സംഭവേ താഴേക്ക് അങ്ങോട്ട് ലോഡ് തൂങ്ങി കാലിക്ക് വീണാലേ ഇവിടെ വിട്ടിക്കണ ഈ ഭാഗം വിട്ടു. അതെങ്ങനെ? ഇതിന്റെ സാധനം ഇതിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയത്. അതിപ്പോ ഞാൻ എല്ലാ വൃത്തിയാക്കി എന്താ വെച്ചിട്ട് ഈ വള എടുത്ത് നോക്കുമ്പോ ഇതിന്റെ ഉള്ളിൽ വെച്ചതായിരുന്നു. വളവടെ അതിന്റെ ഉള്ളിൽ സാധനം കാണാലോ. അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായി ഏതെങ്കിലും ഒന്നില്. ഇതെന്താ ഗ്ലോവും കാര്യങ്ങള്, ഇവിടെ കളേഴ്സ്, ഇവിടെ ഡയറി ബുക്ക്. ഇത് മിന്നി കളിക്കൊടുക്ക അങ്ങനത്തെ ഒക്കെ ഉണ്ടാവല്ലേ. പിന്നെ എന്താ നമുക്ക് വായിക്കണം അങ്ങനത്തെ. ഇത് കളർ ചെയ്യണ ബുക്ക്. പിന്നെ നമുക്ക് ഇങ്ങനെ സാധാരണ വരക്കണ പോലത്തെ പേജ് ബുക്ക്. അടച്ചോ. ഓക്കെ, അപ്പം റെസ്റ്റാ? 1 മണി കഴിഞ്ഞ് 1 മണി റെസ്റ്റ് അല്ലേ? അപ്പം മിന്നു നല്ല ഉറക്കാണ് കേട്ടോ. മിന്നു ഉറങ്ങുമ്പോഴേ ഷാനാക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ റൂമിൻ്റെ ഡോറ് ലോക്ക് ചെയ്ത് നോക്കുക. നിസ്കരിച്ചോ? എന്നാ പോയിക്കോളൂ. പിന്നെ നമ്മളെ ഈ വാട്ടർ ടാങ്ക് ഇതുപോലെ സ്റ്റാൻഡിൽ കമഴ്ത്തി വെച്ച ടൈപ്പ് വാട്ടർ ടാങ്ക് ആണ് കേട്ടോ. അത് 3 ലെയർ വരുന്നതാണ്. എത്ര വെയിലും കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൽ വരുന്ന വെള്ളം നല്ല തണുപ്പായിരിക്കും കേട്ടോ. അതുകൊണ്ട് നല്ല ഉപകാരമാണ്. പിന്നെ ഇങ്ങനെ കമഴ്ത്തി ഇടുന്ന ഒരു ടൈപ്പ് ടാങ്ക് ആയ കാരണം നമുക്ക് എപ്പോഴും ഇതിൻ്റെ വാൽവ് തുറന്നിട്ട് ചളി വെള്ളം ഒക്കെ കളയാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇതുവരെ നമുക്ക് കഴുകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒരു വാൽവ് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് തെളിഞ്ഞ വെള്ളം വരുമെന്നുണ്ടെങ്കിലും പിന്നീട് അതിൻ്റെ അടിയിലെ ചളിയും മണ്ണൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് വരും. അപ്പോൾ ഞാനിതൊരു 1 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ തുറന്ന് വിട്ടു കൊടുക്കും കേട്ടോ. വെള്ളം കഴിയാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പം ഒരു ദിവസം മോട്ടർ ഓൺ ആക്കാതിരിക്കും. അപ്പോൾ വെള്ളം കഴിഞ്ഞു കഴിഞ്ഞാൽ മോട്ടർ ഓൺ ചെയ്തിട്ട് ഒപ്പം തന്നെ ഇതിൻ്റെ വാൽവ് തുറന്നിടും. അപ്പോൾ അടിയിൽ ഫുള്ള് മണ്ണും കാര്യങ്ങളൊക്കെ ഇതുപോലെ പോരും. പക്ഷെ നമുക്കിങ്ങനെ ഒരതിയിട്ടുള്ള ആ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ. എന്നാലും ആ ചെളിയും മണ്ണും തന്നെ അടിയിൽ അങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഒരുവിധം ക്ലീൻ ആകുമല്ലോ. ബർത്ത്ഡേ ഷോപ്പിംഗ് മിന്നോ?
മിന്നു എന്തിനാ പോണ്? നിന്റെ ആവശ്യത്തിനാ പോണ്. നീ ഇങ്ങോട്ട് നോക്ക് മിന്നുസേ. ആ എന്നാ 2 സ്റ്റെപ്പ് ഇടാം മിന്നു. ആ മിന്നൂസ് ചാടുകയാണ് കേട്ടോ. നിലത്ത് കുത്തിയിട്ടുള്ള ചാട്ടമാണ് മിന്നൂസിന്റെ. എന്താ മോളെ കഴിഞ്ഞില്ലേ? രാത്രിയല്ല പോവാൻ ഉദ്ദേശിക്കുന്നത്, പകലാണ്. ഇനി എത്രങ്ങാനുണ്ട് അല്ലേ? പിന്നെ വേഗം കഴിക്കാൻ പറയും താത്താട്. ആ പെണ്ണിനോടോ ഒന്ന് കണ്ടോ? വേഗം കഴിക്കാൻ പറയും. ഗെറ്റ് റെഡി. ആ തൊടണ്ട. നീ അത് കഴിക്കുക, എന്നെ വിടുന്നു. പാപ്പ തിന്നണേ. നീ ചോറ് കൊടുത്തു. എന്താ കാട്ടുന്നത്? ചോറ് വേണം നിനക്ക്? മിന്നു ചോറ് കൊടുക്ക്. വേഗം ചോറ് കൊടുക്ക്. മിന്നുവിന്റെ ഒരു സോസും കുപ്പി ഉറങ്ങുമ്പോ കൊടുക്കാത്തോണ്ട, അല്ലെങ്കിൽ ആ സമയത്തും കയ്യിലുണ്ടാവും. വേണ്ട വിട്ടോ. കൊട്ടയൊക്കെ എടുത്തിട്ട് ഗെറ്റ് റെഡി. അപ്പം ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ടാണ് മിന്നു ഇന്ന് ഷോപ്പിങ്ങിന് പോകുന്നത്, അല്ല മിന്നുവോ? ഇത് മിന്നുന്റെ ചെറിയപ്പ എടുത്ത ഡ്രസ്സാണ് അല്ലേ മിന്നുസേ? വാ മാറ്റി തരാൻ പറ്റി. വാ. അപ്പം ഷാനന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കൂ. കുറച്ച് ബാക്കിലോട്ട് നിൽക്കൂ. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് ഇമാതിരി ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുള്ളൂ അല്ലേ? സ്കൂൾക്ക് പിന്നെ കളർ ഡ്രസ്സ് നെഹി ഹെ അല്ലേ? അപ്പൊ ഇങ്ങനെയെങ്കിലും ഒന്ന് ഇട്ട് മുതലാക്കട്ടെ. ഓക്കെ ഗെറ്റ് റെഡി. വേഗം. സമയമില്ല. മിന്നൂഷിന്റെ ഡ്രസ്സ് മാറ്റാം. ആദ്യം വലത് കാൽ. ഓക്കെ, അങ്ങനെ വേണം മിന്നു വലുതായി കഴിഞ്ഞാൽ ഡ്രസ്സ് ഇടാൻ കേട്ടോ. ആദ്യം വലത് കാൽ. ഓക്കെ അല്ലേ മിന്നു? ഇതിവിടെ വെക്കാൻ ഒന്നും അറിയില്ല. മിന്നുനൊന്ന് 2 കൊമ്പൊക്കെ കെട്ടിയല്ലേ മിന്നു? ചിരിക്കണോ? നോക്കട്ടെ. വലിച്ചിടോ ചെയ്യരുത് കേട്ടോ. നിക്ക് നേരിക്ക്. മിന്നുനെ 2 കൊമ്പ് കെട്ടോ. 2 കൊമ്പ് അല്ല മിന്നു? ചില സമയത്ത് ഇത് വരുന്നവരെ ഉണ്ടാകും, അല്ലെങ്കിൽ ഇതൊക്കെ കൂടി ബാഗിലുണ്ടാവും. മിന്നുവിന് ഇടയ്ക്കൊരു തല തപ്പലിൽ ഇതൊന്ന് കണ്ടു കഴിഞ്ഞാൽ പോയി കാര്യം അല്ല മിന്നോ? ഇരിക്കവിടെ. മുടി ഇനി വെട്ടണ്ടാന്ന് വിചാരിച്ചാലോന്നുണ്ടല്ലോ മിന്നു. നമുക്ക് മുടി ഇനി വെട്ടാതെ വളർത്തിയാലോ മിന്നൂസേ? മിന്നോ, എന്താ മിന്നുവിൻ്റെ അഭിപ്രായം? എന്നാ നമുക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യാലോ. എവിടെ അല്ലേ? മിന്നുവൊക്കെ സമ്മതിച്ചിട്ട് വേണ്ടേ? അങ്ങനെ നോക്കട്ടെ. 2 കൊമ്പൊക്കെ കെട്ടി സുന്ദരി അയക്കണോ നോക്കട്ടെ. അപ്പൊ നമുക്ക് മുടി ഇങ്ങനെ കണ്ണിലേക്ക് വരുന്നതിന് നമുക്ക് ഇങ്ങനെ ഒന്ന് ചെരിഞ്ഞ സ്റ്റൈലാക്കാം മിന്നു. നോക്കട്ടെ.
ആ നമുക്ക് റബ്ബർ ബാൻഡിന്റെ മേലെ 2 മുടിക്കായ വെക്കണ്ടേ? അപ്പം നമുക്ക് റോസ് ഇല്ലാത്ത കാരണം നമുക്ക് പച്ച വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രീൻ കളർ. ഓക്കെ. ഗുഡ് ഗേളായി. അടി കിട്ടും തൊട്ട് കഴിഞ്ഞ. ഇനി നമുക്ക് കുറച്ച് പൗഡറൊക്കെ ഒന്ന് ടച്ചപ്പ് ചെയ്യാം അല്ലേ മിന്നോ? നമ്മൾ ഓൾറെഡി കുളി കഴിഞ്ഞാൽ ക്രീമൊക്കെ തേക്കുന്നതാണ്. അപ്പം ഇപ്പം നമുക്ക് പൗഡർ മതി അല്ലേ മിന്നൂസേ? നീ ഒന്ന് എന്തെങ്കിലും ഒന്ന് പറയ് പെണ്ണേ. മിന്നോ, മിന്നൂസാണ് ഇവിടുത്തെ സ്പ്രേ ബോട്ടിലൊക്കെ അടിച്ചോണ്ട് പോണ ആള് അല്ലേ? ബോഡി സ്പ്രേ നമുക്ക് മുകളിൽ അടിച്ചു കൊടുക്കാം. അതല്ല നല്ല മിന്നു. ഇനി മിന്നൂസ് ഷൂ ഇടുകയാണ് പറയും. ഷൂ അല്ല, ബൂട്ടാണെന്ന് പറയും. ബൂട്ട് അല്ല മിന്നോ? നമ്മള് ബൂട്ടാണ് ഇടുന്നത് ഗൈസ്. ബൂട്ടൊക്കെ കഴുകാനായി മിന്നു. അപ്പോൾ മിന്നൂസ് റെഡിൻ്റെ ബൂട്ടിൻ്റെ ലൈറ്റിൻ്റെ ഷോ ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ചാർജ് അല്ല ഇത് ബാറ്ററി കഴിഞ്ഞിട്ടായിരിക്കാം. മിന്നു മിന്നു ബൂട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഷോ കാണിക്കലാണ്. ആ സോസിൻ്റെ ബോട്ടിലല്ലേ കിടക്കണം മിന്നു? അതാ സത്യം പറഞ്ഞാൽ ഞാനിത് ഇന്നലെ പോസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാണ് കേട്ടോ. പിന്നെ നമ്മൾ ഷോപ്പിങ്ങും കാര്യങ്ങൾക്കൊക്കെ പോയി വന്നിട്ട് കുറച്ചധികം തന്നെ നേരം വൈകിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എടുക്കുന്ന വീഡിയോ ഡെയിലി അപ്പോൾ പോസ്റ്റ് ചെയ്യാന്നുള്ളൊരു റേഞ്ചിലാണ് എടുക്കാറ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു സാങ്കേതിക തകരാറും പിന്നെ നമുക്കിത് എഡിറ്റ് ചെയ്ത് അപ്ലോഡൊക്കെ ചെയ്ത് വരുമ്പോഴേക്കിനും ഒരു സമയമാവും. അപ്പോൾ അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇന്ന് നമ്മളിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷാനാൻ്റെ കോസ്റ്റ്യൂം നോക്കൂ, ഇങ്ങോട്ട് തിരിയൂ. ക്രീമൊന്നും തേച്ചിട്ടില്ലേ? ക്രീം ആൻഡ് പൗഡർ നമ്മൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊക്കെ തേക്കാറുള്ളൂ. ലിപ് ബാം ആണോ? കാണാല്ല. നന്നായി നോക്കട്ടെ. വിട്ട് നിൽക്കൂ. എത്ര ഇറക്കണ്ട നോക്കട്ടെ ഡ്രസ്സ്. അങ്ങോട്ട് പോ ബാക്ക് പോ. ലെങ്ത് കുറഞ്ഞു വരുന്നുണ്ട്. നിങ്ങൾ രണ്ടാള് റോസ ഒന്ന് കാണോ ഒരുമിച്ചിട്ട്? നീ അവളുടെ അടുത്ത് പോയി നിൽക്കുന്നതായിരിക്കും നല്ലത്. അവള് നിന്റെ അടുത്തോട്ട് വരില്ല. അവിടെ നിക്ക് നോക്കണ്ട. അവളെ നിന്റെതൊരു ഡാർക്ക് റോസ്, മിന്നുൻ്റെതൊരു ലൈറ്റ് റോസ്. അത് കുഴപ്പമില്ല. കിഡീസൊക്കെ ഒരുമിച്ചല്ലേ, ഒരേ കളറല്ലേ? യെസ് പറയൂ. പച്ചയില. അതെ, ഞാനാണ് തണ്ടും ഞാനാണ് മരവും. അതിൽ പുഷ്പിച്ചെടുത്തതാണ് നിങ്ങളെ. ഓക്കെ.